ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെറൈൻ ഡ്രൈവിലാണ്. നമുക്കപ്പം മെറൈൻ ഡ്രൈവ് എങ്ങനെയാണെന്ന് നോക്കാം. ഈവനിങ് ഇരിക്കാം, ഏകദേശം നല്ലൊരു സ്പോട്ടാണിത്. കടലൊക്കെ ഇങ്ങനെ കണ്ട് ബോട്ടിങ്ങിന് പോണവർക്ക് ബോട്ടിങ്ങിനും പോവാം. അങ്ങനെ ബോട്ടിങ്ങിന് പോവാന്നോ? ഈ സമയത്ത് വെള്ളത്തിൽ കളിച്ചിപ്പോ ഇങ്ങനെ ചെറിയ ബോട്ടുണ്ട് അതിൽ അതാണ് കുറച്ചുകൂടി ലാഭം. എന്നാൽ പിന്നെ അതിൽ പോവാം. അതാണ് നമുക്ക് എൻജോയ്മെന്റ്, നമ്മൾ മാത്രമേ കാണുള്ളൂ. സോ ഗൈസ്, നമ്മൾ ബോട്ടിംഗ് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. നോക്കട്ടെ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾ ബോട്ട് കയറുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ ചായ കുടിച്ച് ഇറങ്ങി നമ്മൾ ബോട്ട് നോക്കാൻ പോവുകയാണ്. ബോട്ടുണ്ടെങ്കിൽ കയറണം. ഇത് ഈ ചെറിയൊരു ബോട്ടുണ്ട് ഇവിടെ, ഒരു 7-8 പേർക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്ന ചെറിയൊരു ബോട്ടുണ്ട്. അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറാം. ഉണ്ടല്ലേ? നല്ലൊരു വൈബുണ്ട്. എല്ലാ സ്ഥലത്തും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ബോട്ട് ഇതിലൊരു 2, 4, 8 പേർക്ക് ഇരിക്കാൻ പറ്റും. സോ നോക്കാം. എത്ര 1800 സ്പീഡ് ബോട്ടല്ലാതെ ഒരു എല്ലാ ബോട്ടില്ല നോർമൽ ബോട്ടിൽ 6 മണിക്കൂറോ? हाफ एन आवर से 1000 रुपीस निकल के 6 പേർക്ക് പിന്നെ കുറയില്ല. കുറവില്ല ബ്രോ. യെല്ലോ ബോട്ട് ഇത് 1000 രൂപ, 6 മണിക്കൂർ 1000 രൂപ. ഓക്കെ, ഇത് 6 മണിക്കൂർ 1000 രൂപ. 6 മണിക്കൂർ 3 കിലോമീറ്റർ പോകും മാത്രം. 3-4 കിലോമീറ്റർ മാത്രം 1000 രൂപ. ഓക്കെ, 4 കിലോമീറ്റർ കാണാൻ സ്ഥലം മെറൈൻ ഡ്രൈവ്, കോൾഗാട്ടി പാലേസ്, മറീന, ഗ്രാൻഡ് ഹയാത്ത് മാത്രം. ഓക്കെ, ഗ്രാൻഡ് ഹയാത്ത് മാത്രം. നമുക്ക് 1800 രൂപ. 1800 രൂപ ഇതേ ബോട്ട് 1800 15 കിലോമീറ്റർ. അത് 4 കിലോമീറ്റർ, ഇത് 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി പാലേസ്, മറീന, ഗ്രാൻഡ് ഹയാത്ത്, വല്ലാർപാടം, DP വേൾഡ്, RGNC, ചാനൽസ് ഫിഷിംഗ് നെറ്റ്, ഡോൾഫിൻസ് പോയിന്റ്, ബില്ലിംഗ്ടൺ ഐലൻഡ്, ഫോർട്ട് കൊച്ചി. 1500 എത്ര സ്ഥലം കാണാം? 1200 1200 പോയിട്ടില്ല. ഓക്കെ, 1500 പോകാം. ഗൈസ്, നമ്മൾ ബോട്ടിംഗ് അല്ലേ, ഇത് ബോട്ടല്ലടാ, പോയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ബോട്ടിൽ പോയാണ്. താങ്ക്സ് ബ്രോ, ജാക്കിന് കിട്ടി. ഇവിടെ വാ നോക്ക് ഗൈസ്, വാ തുറന്നിരിക്കുകയാണ്, അന്തം വിട്ടിരിക്കുകയാണ്. 1500 പേയ്മെൻറ്റ് ചെയ്ത് ഗൈസ്. നമുക്ക് സൺസെറ്റ് കാണാം ഗൈസ്. ഇനി ഈ നീല ബോട്ടിലായിരിക്കും നമ്മൾ കയറാൻ പോകണത് ഗൈസ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നോക്കാം. അതിലൊക്കെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ഒരു ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ കയറുന്നതായിരിക്കും നല്ലത്. ബ്രോ റെഡിയല്ലേ? നിനക്ക് നമുക്കുണ്ട് ഉണ്ട്. നിൽക്കില്ലേ? നമുക്ക് PP ഉണ്ട്. ടൈം നോക്കൂ ഗൈസ്. ബോട്ട് വന്നിരിക്കുകയാണ്.
ആ നീല ബോട്ടാണ് ഗൈസ് നമ്മൾ കയറാൻ പോകുന്നത്. इंजन നോക്ക് അത് 9 HP 9 ബാക്ക് സൈഡ് നോക്ക് 9.9 ഇത് നോക്ക് ഇത് 30 ആ സ്പീഡ് കാണും. മനസ്സിലായി ഇത് എത്ര വലുതായി അതായത് എഞ്ചിൻ നോക്ക് അത് ചെറുതായി എഞ്ചിൻ ഞാൻ ഫ്രണ്ടിൽ ഹൈ പവർ അല്ലേ? അത് 9.9 ഇത് 30. ഗൈസ് അവർ പറയുന്നത് വെച്ചാൽ അത് ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് സ്പീഡ് കുറവാണ്. ആ ഒരു മഞ്ഞ കളർ ഇതിന് 30. ഇത് നല്ല സ്പീഡ് കാണുമല്ലോ 60. അതാ യമഹ. ഗൈസ് ബോട്ട് വന്ന് കയറിക്കോ. ഓ ഞാൻ ഫ്രണ്ടിൽ പോവാം. പൊളിക്കാടാ നമുക്ക്. കുറെ ആൾക്കാരെ നമ്മൾ നോക്കണം ഗൈസ്. ചേട്ടൻ്റെ പേര്? അതില്ലേ വീട്ടിൽ വേണ്ടതാണ് ഇവിടെ വർക്ക് ചെയ്യാം. സ്മാർട്ട് സിറ്റി. ഗൈസ് വണ്ടി എടുത്തു. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അടിപൊളി സൺസെറ്റ് ഒക്കെ ഇവിടെ നിന്ന് ഹിസ്ലേറ്റ് കാണാം. വാട്ടർ മെട്രോ ഒക്കെ ഒന്ന് കാണാം. എന്തോന്ന് ബോൾഗാട്ടി എന്ന് പറഞ്ഞത് ഇതിനകത്താണ് നമ്മുടെ ബോൾഗാട്ടി പാലസ് ഉള്ളത്. ബോൾഗാട്ടി പാലസ് ഡിഫൻഡറൊക്കെ ഇരിക്കുന്നത്. ബോൾഗാട്ടി പാലസിന്റെ ബാക്ക് സൈഡ് കടൽ സൈഡ് ബോൾഗാട്ടി പാലസ്. ഇതിപ്പോ 1976 ഡച്ചുകാര് നിർമ്മിച്ചതാണ്. ഇത് പിന്നീട് കൊച്ചി രാജാവിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ KTDC കണ്ടിട്ടേക്കുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫിലിം ഷൂട്ടിങ് ഏരിയ മൈബോസിൽ ദിലീപിന്റെ വീടായിട്ട് കാണിക്കുന്നത് ഇതാണ്. പിന്നെ വലിയ നക്ഷത്രം, രാജാവിന്റെ മകൻ, അങ്ങനെ കുറെ സിനിമകളിലൂടെ ഷൂട്ട് ചെയ്യാറുണ്ട്. ആ മറ്റേ ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ 2ാമത്തെ പ്രൊജക്റ്റാണ് ഗ്രാൻഡ് ഹയാത്ത്. ലുലുമാളിൽ തന്നെ മ്യൂസിപ്പലിന്റെ തന്നെ. അതിൻ്റെ ഉള്ളിൽ ഒരു 10,000 പേർക്ക് ഒരുമിച്ച് മീറ്റിംഗ് കൂടാൻ ഒരു ഹാളുണ്ട്. അതിന് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ എന്നാണ് പറയുന്നത്. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പില്ലറോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ജയറാമിന്റെ മകളുടെ കല്യാണം നടന്നതൊക്കെ അവിടെ. പിന്നെ ഇതാണ് ഗോശ്രീ പാലം എന്ന് പറയുന്നത്. ഗോശ്രീ പാലം ഇതാണ്. പിന്നെ അതിന്റെ ബാക്കിലായിട്ടൊരു പാലം കാണാം. അത് റെയിൽവേ ട്രാക്കാണ്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ പാലമാണ്. അങ്ങറ്റം കാണുന്നതാണ്. അതെ അതെ. അത് ഇവിടെ വല്ലാർപാടം ടു കളമശ്ശേരി അങ്ങനെ ഈ കാട്ടിയതാക്കി രാമൻ തീർത്ത്. ഇതിന്റെ അകത്തൊരു 4 ഫാമിലീസ് താമസിക്കണം. പണ്ട് ഒരു 36 ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഓരോരുത്തർ കുറഞ്ഞു വന്ന് ഇവിടെ 4 ഫാമിലീസ് ഉണ്ട്. ഇവർക്ക് വേണ്ടി മാത്രം ഇലക്ഷൻ ടൈമിൽ പോളിംഗ് ബൂത്ത് ഈ ഇത്രയും പേർക്ക് ഈ 4 ഫാമിലിക്ക് വേണ്ടി മാത്രം പോളിംഗ് ബൂത്ത് ഇതിനകത്ത് ഇടാറുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് നടക്കണ ഈ സ്ഥലം. കൂടുതൽ കണ്ടൽക്കാടുകളാണോ? പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അകത്ത് കയറാം. നമുക്ക് ഈ വല്ലാർപാടം ആ വഴി നമുക്ക് കയറാമെന്ന്. ഇത് പിന്നെ കൊച്ചിൻ പോർട്ടിന്റെ സ്ഥലമാണ്. അവരുടെ സ്വന്തമല്ല. നമുക്ക് അവർക്ക് ഇത് താമസിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും.
ഹാപ്പി ന്യൂ ഇയർ. DP വേൾഡ് എന്നുള്ളൊരു ബോർഡ് കാണാം. DP വേൾഡ് ദുബായ് പോർട്ട് വേൾഡ് എന്നാണ്. ദുബായ് പോർട്ടും കൊച്ചിൻ പോർട്ടും കൂടെ തമ്മിലാണ് ഇത് ലീസിന് ഇത് കൊടുത്താക്കിയത്. 30 വർഷത്തിൽ. ഇത് നിർമ്മിക്കാനായിട്ട് അവർ ഫണ്ട് ഇപ്പോഴും അവരുണ്ടല്ലാണ്. നമുക്ക് ഇതിന്റെ ലാഭത്തിന്റെ 50-50 അല്ല, ഒരു മാർജിനിലാണ്. ഇതിന് കിട്ടുന്ന വരുമാനത്തിന്റെ കുറച്ച് മാത്രമേ കൊച്ചിൻ പോർട്ടിനുള്ളൂ. ബാക്കിയൊക്കെ DP വേൾഡ്. വന്നല്ലോ പുതിയതായിട്ട്. ഇവിടെ മുതൽ ഡോൾഫിൻസ് പോയിന്റ് ആണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിൻസിനൊക്കെ കാണാൻ പറ്റും. ഇവിടെയോ? ആ, കപ്പൽച്ചാലാണത്. ഇവിടെ ഒരു 60 അടി വരെയും ആഴ്ചയുണ്ട്. എന്താ ശക്തി? എങ്ങനെ എക്സ്പീരിയൻസ്? നല്ലൊരു ടൈമിംഗ് ആണ്. ഈ കാണുന്നതാണ് വൈപ്പിൻ ഐലൻഡ് എന്ന് പറയുന്നത്. വൈപ്പിൻ ഐലൻഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ 27 കിലോമീറ്റർ അതിൻ്റെ നീളം, 4 കിലോമീറ്റർ വീതി. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള ഒരു ദ്വീപം കൂടിയാണ്. ഈ വരുന്ന റോറോ സർവീസാണ്. ജങ്കാർ എന്നൊക്കെ പറയുന്നത്. ജങ്കാർ അല്ല, റോറോ എന്നാണ്. റോൾ ഓൺ റോൾ ഓഫ്. ജങ്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് കയറി കഴിഞ്ഞാൽ വെസൽ തിരിക്കണം. ഇത് തിരിക്കണം. നമുക്ക് ഒരു സൈഡിൽ കൂടി കയറിയിട്ട് സൈഡിൽ കൂടി ഇറങ്ങി പോവാം. രണ്ട് സൈഡും ക്ലൗഡ് ആയി പോയി. സൺസെറ്റ് ക്ലൗഡ് ആയി പോയി. വീക്കെൻഡ്സിനൊക്കെ നല്ല വർക്ക് കിട്ടുമല്ലോ റൈഡ്. കുഴപ്പമില്ല. ചൈനീസ് ഫിഷിംഗ്, ചീന വല എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളത്തിൽ കുറച്ച് ചങ്ങായിമാര് പൊക്കും. അപ്പൊ അതിനകത്ത് മീനൊക്കെ ഉണ്ടാവും. ഇതാണ് അറബിക്കടലിലെ സീ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോ ഏകദേശം കടലിൽ കായൽ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയാണ് ഈ തിര. വടക്ക് നിന്ന് പെരിയാർ കാണിച്ചത്. പെരിയാർ നദി വരും. തെക്കുന്ന് വേമ്പനാട് കായൽ വരും. ആ രണ്ടും കൂടി ജോയിന്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ആ ബോയ കണ്ട റെഡ് ബോയാണ് കാണുന്നത് ബാക്കിൽ. അത് അവിടെയാണ് ജോയിന്റ് ചെയ്യണത്. ആ രണ്ടും കൂടി ജോയിന്റ് ചെയ്ത് നേരെ അറബിക്കടലിലോട്ട് പോകും. ഇതാണ് ഫോർട്ട് കൊച്ചി ഏരിയ. ഫോർട്ട് കൊച്ചി ബീച്ചാണ് ആ കാണുന്നത്. ഫോർട്ട് കൊച്ചി റോറോ ജെട്ടി. ഇതിൽ കൂടി അവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ഇതിൽ കൂടി കയറും. ഫോർട്ട് കൊച്ചിയിൽ എത്തുമ്പോൾ അതിൽ കൂടി അങ്ങനെ ഇറങ്ങിയാണ്. തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്രണ്ടൻ ബോട്ടാണ്. പണ്ട് കാലങ്ങളിൽ ബോട്ടൊക്കെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇപ്പൊ 5 സ്റ്റാർ പണ്ട് റിപ്പയറിംഗ് ഹോട്ടലായിരുന്നു. പിന്നെ ഇത് ഈ ബിൽഡിങ്ങിന് ആസ്പിൻ വാൾ എന്നാണ്. പണ്ട് കാലങ്ങളിൽ മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റേ ചരക്ക് കയറ്റുമതി ഇറക്കുമതി നടന്നിരുന്നത്. ഇപ്പൊ ഇത് കൊച്ചിൻ മുസ്ലിം ബിനാലെ നടക്കണ ബിനാലെ നടക്കുന്നത് ഇതിനകത്ത്. ഇത് ബിനാലയുടെ ഭാഗത്തോട്ടുള്ള ഇതുണ്ട്. മാർക്കോന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നത്. ഈ പ്രേമം സിനിമ കണ്ടിട്ട് നീവുമ്പോളില്ല. അതായത് നീവുമ്പോളിലെ കഫേ കാണിക്കുന്നില്ലേ, ബാക്ക് സൈഡിൽ ഒരു പുഴയും കാര്യങ്ങളൊക്കെ. അതാണ് ഈ കാണുന്നത്. ഇത്
ഈ ഗ്രീൻ പെയിന്റ് അടിച്ചാണ് ആ ട്രീ ഗോൾഡൻ കളർ ട്രീ ഒക്കെ ഉള്ളത്. അതാണ് ആ സ്ഥലം. കുറെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ അവിടെ. പിന്നെ ഈ ഇപ്പുറത്തെ ഒരു സീഗിൾ എന്ന് പറഞ്ഞ ബാറാണ്. ഒരു റെസ്റ്റോറന്റ് ബാറ്. ഇവിടെ മറ്റേ ബിഗ് ബീല് ഒരു ഫൈറ്റ് ഉണ്ട് ബാറിൽ വെച്ചിട്ട്. അത് ഈ ബാറാണ്. ഈ കാണുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വാർഷിപ്പുകളാണ്. ഇന്ത്യൻ നേവിയുടെ സദേൺ നേവൽ കമാൻഡ് ഇത് ഇതിന്റെ പേരാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ബിൽഡിംഗ് അല്ല, ഇത് ഈ ഭാഗം കൊച്ചിൻ പോർട്ടിന്റെയാണ്. ഇതിന്റെ അപ്പുറത്തെ ഭാഗമാണ് നേവിയ. ഇത് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നാണ് അതിന്റെ പേര്. ഇത് മനുഷ്യൻ നിർമ്മിച്ചൊരു നിലയാണ്. 1960-70 കാലഘട്ടങ്ങളിൽ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഉണ്ട്. പുള്ളി നിർമ്മിച്ച ഒരു ഐലൻഡാണത്. പേരിട്ട അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്നത് കൊച്ചിൻ പോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. അത് കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ താജ് മലബാർ. ഇതിന്റെ അകത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ബസ് സ്റ്റാൻഡ്. ഇതിന്റെ അകത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്. ഈ ഐലൻഡ് ഫുള്ളും ചുറ്റിക്കറങ്ങാനായിട്ടല്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സില് റൂട്ട് പോകുന്ന ബസ്സുകൾ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഒരു എയർപോർട്ട് ഉണ്ട്. എയർപോർട്ട് ഉണ്ട്. അതിപ്പോ നേവിയുടെ കൺട്രോളാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു എയർപോർട്ട്. ഈ ഐലൻഡ് ഉണ്ടോ? അത് ഡയമണ്ട് ഐലൻഡ് എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒഴുക്ക് ഇപ്പൊ പെരിയാറെന്നൊക്കെ ഉള്ള ഒഴുക്ക് ഭയങ്കര നല്ല ഒഴുക്ക് വരും ചില നേരത്ത്. അപ്പൊ അത് അങ്ങനെ ഒഴുക്കി വന്ന ഈ വെല്ലിംഗ്ടൺ ഐലൻഡിനൊക്കെ ഒരു പരിക്കേൽപ്പിക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പൊ അത് തടയാനായിട്ട് അതും മനുഷ്യനായിട്ട് ഉണ്ടാക്കി നിർമ്മിച്ചാണ് ഐലൻഡാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് ഇത് കുറെ പക്ഷികളുണ്ട്. മറ്റേ കൊക്ക്, അങ്ങനെ ഈ എരണ്ട, അങ്ങനത്തെ പക്ഷികൾ. ഇല്ല, ആൾക്കാരൊന്നുമില്ല. ബോട്ട് സർവീസ് എത്ര മണി വരെ ഉണ്ട്? സർവീസ് ആണ് ബുക്കിംഗ് അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. നൈറ്റ് പോകില്ലല്ലോ. നൈറ്റ് ഇങ്ങനെ അധികം നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഒരു 7 മണി കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ചാനലിലോട്ട് കയറാൻ പറ്റില്ല. വലിയ വലിയ ഷിപ്പുകളൊക്കെ രാത്രി കാലം ഇപ്പൊ വരുമ്പോ നമ്മളെപ്പോഴത്തെ ചെറിയ ബോട്ടുകളൊക്കെ ചിലപ്പോ. എന്നാലും വൈകിട്ട് എത്ര മണി വരെ നമുക്ക്? 7 മണി 7:30 വരെയൊക്കെ നമുക്ക് പോവാം. രാവിലെ നേരം വെളുത്താ എപ്പോ കഴിഞ്ഞാൽ അപ്പം നമ്മൾ എപ്പോഴും ആളുണ്ടാവില്ല? എപ്പോഴല്ല, ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ ആൾക്കാർ വരുമ്പോ. ഇന്നിപ്പോ ശബരിമല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. തിരുവനന്തപുരത്ത് എവിടെയാ സ്ഥലം? തിരുവനന്തപുരം എവിടെയാ സ്ഥലം? ട്രിവാൻഡ്രം മീഞ്ചക്കര എന്ന് പറഞ്ഞ സ്ഥലം സിറ്റിയാ. ഈ സ്പോട്ട് ഉണ്ടല്ലോ, ഈ സ്പോട്ടിന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞു. തിരുവനന്തപുരം പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പൂവാറ് അറിയാം. അവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ലൈസൻസ് പ്രോഗ്രാമില് ക്ലാസ് ഒക്കെ ഉണ്ട്. അത് പൂവാറിലാണല്ലേ? അല്ല, പൂവാറില്ല. പൂവാർ എന്നുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായി അവിടെ. ഇതിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ? നമുക്ക് ഇവിടെ കൊച്ചി കൊടുങ്ങല്ലൂർ ഒരു ഫോർട്ട് ഉണ്ട്. ഫോർട്ട് ഓഫീസ് ഉണ്ട്. അവിടെ കോളേജ് ഉണ്ട്, മാരിടൈം കോളേജ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മ ഈ ക്ലാസ് 4 ദിവസം. ഞാൻ എടുക്കുമ്പോ 4 ദിവസം ക്ലാസ് ആയിരുന്നു. 8,000 രൂപ ഫീസ്. ഇപ്പൊ അത് 8,000 മന്തല്ല, 4 ദിവസത്തേക്ക് 8,000 രൂപ. അതിന്റെ പിന്നെ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുണ്ടാവും. പിന്നെ അതിനെ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആണ് എടുക്കേണ്ടത്. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ഫ്രാങ്കിന്റെ ഓടിക്കാനുള്ള ലൈസൻസ്. അവിടെ നിന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളും എത്ര മാസം എടുക്കും ഒരു കംപ്ലീറ്റ് ആക്കാൻ? അങ്ങനെയൊന്നുമില്ല. ഈ ഫ്രാങ്കിനൊക്കെ ഇതെടുക്കാൻ നമ്മൾ ഓടിച്ചു കാണിച്ചാൽ മതി. നമ്മൾ അത് ഓരോരുത്തരുടെ സ്കില്ല് പോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ. അതായത് ഓടിച്ച് പഠിക്കുക, നമ്മൾ ഓടിക്കുന്നതിലേക്ക് ഇതിൽ
വലിയ കാര്യം ഇല്ല. നമ്മ അടുപ്പിക്കണേലാണ്. ഇപ്പൊ നമ്മ കൊണ്ട് അടുപ്പിക്കുമല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങള് ഉണ്ട്. ഇതുണ്ട് ഓടിക്കണേലും കാര്യങ്ങളുണ്ട്. പിന്നെ റോഡിലോടിനോടിയാണ് ഇതിന് ഈ വെള്ളത്തിന്റെ ഒഴുക്കാൻ കാണാൻ നോക്കണം, കാറ്റിന്റെ വീശലം കാണാൻ നോക്കണം, പിന്നെ നമ്മുടെ സ്പീഡ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ ഫ്രാങ്ക് സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ, പിന്നെ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ, ഷിപ്പിൽ പോണതിന് വേറെ ക്യാപ്റ്റന്റെ എക്സാം, അങ്ങനെ ഒരുപാട് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ലൈസൻസ് നമുക്ക് ഷിപ്പിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് STCW എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യണം, CDC എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യണം, അങ്ങനെ കുറെ കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതിലോട്ട് കയറാം അല്ലേ? അതായത് പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളും വേണം. നമ്മൾ വെറുതെ അങ്ങനെ ഒരു ഇതുണ്ട്. ബോട്ടിനെ കുറിച്ച് അറിയണം എന്തായാലും. അതെന്തായാലും ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് അവർ പഠിപ്പിക്കുമല്ലോ. അത് പഠിക്കും. നമുക്ക് ബോട്ടിൽ എക്സ്പീരിയൻസ് വേണം എന്തായാലും. അതായത് നമ്മൾ വെറുതെ പോയിട്ട് കാര്യമില്ല. ഇറങ്ങല്ലേ? വണ്ടി എടുക്കട്ടെ ഗൈസ്, ഞാൻ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അല്ല, ഒരു ഫോട്ടോ എടുത്തരോ? അങ്ങനെ ഇരിക്കണം ഗൈസ്. ഇത് ഇറങ്ങടാ. താങ്ക്സ് ഏട്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. നന്ദിയല്ല, നീ എക്സ്പീരിയൻസ് പറ. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നീ ആദ്യമായിട്ടാണ്? അല്ലല്ല, ഞാൻ ഇത് 4-ാമത്തെ വട്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തതാണ്. നിങ്ങളോടാണ് ഞാൻ ചോദിക്കണത്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് അടിപൊളിയായിരുന്നു, അത് ഞാൻ പറയും. നീ പറ. സെറ്റ് എക്സ്പീരിയൻസ്. സെറ്റ് ഒറ്റ വാക്കിലും തിരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പൈസ അയക്ക് ബാക്കി. പിന്നെ ശക്തി എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ഞാനും ഫസ്റ്റ് ടൈമാ. നല്ല ഒരു പീസ് കിട്ടി. അതന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് അത് ഈവനിങ് സൺസെറ്റ് ഈവനിങ് ടൈമിൽ പറഞ്ഞു എല്ലാവരും. 4 മണിക്ക് ഇവിടെ എത്തുന്ന കറക്റ്റായിട്ട് എടുക്കും. പക്ഷെ നല്ല സെറ്റും മൈൻഡ് ഫ്രീ ആയി. മൈൻഡ് ഫ്രീ ആയി. എനിക്ക് തലവേദന പോയിടാ, എല്ലാം പോയി. കൊള്ളാല്ലേ? ഇത് കൊടുക്കണ്ടേ? നീ ഊരടാ. നമ്മളങ്ങനെ റൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷയം ഫെനിക്ക് എന്തെങ്കിലും സജഷൻ ആർക്കെങ്കിലും കൊടുക്കാം? നീ ഫസ്റ്റ് ടൈം അല്ലേ? നല്ലതായിരുന്നു. നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇറ്റ്സ് വെരി ഗുഡ്. സെറ്റ് എക്സ്പീരിയൻസ് ഗൈസ്.